ഹരി ഓം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. ബ്രഹ്മസാക്ഷാത്കാരം ലക്ഷ്യം വെച്ച് ജീവിതം നയിക്കുന്ന ധർമ്മനിഷ്ഠയുള്ളവർ സർവവും ബ്രഹ്മമായി കണ്ട് തൻ്റെ കർമ്മജീവിതം നയിക്കുന്നതാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചത്. ജ്ഞാനാവസ്ഥിതമായ മനസ്സോടുകൂടിയ കർമ്മയോഗി ബ്രഹ്മമായ താൻ ബ്രഹ്മമായിരിക്കുന്ന ലോകത്തിൽ ബ്രഹ്മമായ ഹവിസ്സിനാൽ ലോകാനുഗ്രഹപരമായ കർമ്മം അനുഷ്ഠിക്കുന്നു. ജ്ഞാനാവസ്ഥയെ പ്രാപിക്കാൻ യോഗികൾ അനുഷ്ഠിക്കുന്ന വിവിധ കർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ പാർത്ഥനെ ഉപദേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 25-ാം ശ്ലോകമാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. കേരളവ്യാസനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ദൈവയജ്ഞമുപാസിപ്പു വേറിട്ടു ചില യോഗികൾ, യജ്ഞം യജ്ഞത്തിനാൽ തന്നെ ചെയ്വു ബ്രഹ്മാഗ്നിയിൽ ചിലർ. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ദൈവയജ്ഞമുപാസിപ്പു വേറിട്ടു ചില യോഗികൾ, യജ്ഞം യജ്ഞത്തിനാൽ തന്നെ ചെയ്വു ബ്രഹ്മാഗ്നിയിൽ ചിലർ. ചില യോഗികൾ ദേവന്മാരെ ഉദ്ദേശിച്ചുള്ള യജ്ഞമനുഷ്ഠിക്കുന്നു. ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ആത്മാവുകൊണ്ട് ആത്മാവിനെ ഹോമിക്കുന്നു. സത്യജ്ഞാനമനന്തവും വിജ്ഞാനമാനന്ദവുമായി അനുഭവത്തിൽ അറിയാൻ കഴിയുന്ന നിരാകാരനും നിർഗുണനും നിരാമയനും അജനും അവ്യയനുമായ ബ്രഹ്മത്തെ തിരിച്ചറിയാൻ മനസ്സ് ജ്ഞാനാവസ്ഥയിൽ എത്തിച്ചേർന്ന കർമ്മയോഗികൾക്ക് കഴിയും. എന്നാൽ ആത്മജ്ഞാനം വേണ്ടത്ര ഉറച്ചിട്ടില്ലാത്ത മനസ്സോടെ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രണ വിധേയമാക്കി ബ്രഹ്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി ധാർമ്മിക ജീവിതം നയിക്കുന്നവർക്ക് ചിത്തശുദ്ധി വരുത്തി ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുന്ന വിവിധ യജ്ഞാനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച് വിശദമാക്കി തുടങ്ങിയ ഭഗവാനെയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. മനുഷ്യലോകത്തിൽ കർമ്മങ്ങളിലൂടെ വേഗത്തിൽ വിജയം സിദ്ധിക്കുന്നതിനാൽ കർമ്മഫലം ആഗ്രഹിക്കുന്നവർ ദേവതകളെ ആരാധിക്കുന്നു എന്ന് 12-ാം ശ്ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. ഇന്ദ്രിയാധിഷ്ഠിതകളായ ദേവചൈതന്യങ്ങൾ ശരീരം കൊണ്ടുള്ള കർമ്മങ്ങൾക്ക് മാത്രമല്ല, ശരീരത്തിനുള്ളിലുള്ള കർമ്മങ്ങൾക്കും ആധാരമാണ്. ശരീരം കർമ്മോപാധി ആയതിനാൽ കർമ്മവിജയത്തിന് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ ഭൂതാദിനാഥന്മാരുടെ സാന്നിധ്യവും അനുഗ്രഹവും അത്യന്താപേക്ഷിതമാണല്ലോ. വൈദിക യജ്ഞങ്ങളിൽ വേദാന്തർഗതമായ ദേവതകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ കാലം ചെല്ലും തോറും മനുഷ്യ മനസ്സിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ബുദ്ധിക്കും ജ്ഞാനത്തിനും സ്ഥാനം കുറഞ്ഞു വരുമെന്ന് തിരിച്ചറിഞ്ഞ പൂർവികർ ഗുണഭാവ രൂപങ്ങളുള്ള പുരാണാന്തർഗതമായ ദേവതകളെ തത്വഗ്രഹണത്തിനായി രൂപപ്പെടുത്തി. ദേവത വേദാന്തർഗതമായാലും പുരാണാന്തർഗതമായാലും പരമമായ ലക്ഷ്യം മനസ്സിനെ ഏകാഗ്രതയുള്ളതാക്കി ചിത്തശുദ്ധി വരുത്തി ബുദ്ധിയെ സൂക്ഷ്മമാക്കി ജ്ഞാനപ്രാപ്തിയിലേക്കും അതുവഴി ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കും ജീവനെ നയിക്കുക എന്നതാണ്.
അവരവരുടെ സ്വധർമ്മനിഷ്ഠയിൽ തൻ്റെ ഗുണഗണങ്ങൾക്കനുസൃതമായ ഒരു ദേവതയിൽ മനസ്സ് ഏകാഗ്രമാക്കി കർമ്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കാലക്രമേണ ബുദ്ധി സൂക്ഷ്മമാകുകയും അതുവഴി ജ്ഞാനവും തത്വഗ്രഹണവും കരഗതമാക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇങ്ങനെ കുടുംബദേവത, ദേശദേവത, രാഷ്ട്രദേവത, ഇഷ്ടദേവത തുടങ്ങി അനേകം ദേവതോപാസനകളും അനുഷ്ഠാനങ്ങളിൽ സ്ഥാനം പിടിച്ചു. മനസ്സിനെ ഏകാഗ്രതയിലെത്തിക്കാൻ പലതിലേക്കല്ല, മറിച്ച് ഒന്നിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് പറയേണ്ടതില്ലല്ലോ. തൻ്റെ ഉള്ളിലെ ദേവചൈതന്യത്തെ ഉണർത്താൻ മാത്രമല്ല, തൻ്റെ മനസ്സിനെ ഉണർത്തി ജ്ഞാനപ്രാപ്തിയിലേക്കും അതുവഴി ബ്രഹ്മാനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനും ദേവതോപാസന നമ്മെ കഴിവുള്ളവരാക്കി തീർക്കും. തൻ്റെ സ്വധർമ്മത്തിന് ആധാരമായി നിൽക്കുന്ന ധർമ്മദേവതയെ കർമ്മബദ്ധമായ ജീവിതത്തിൽ നിരന്തരം സ്മരിക്കുമ്പോഴാണല്ലോ തൻ്റെ കർമ്മം ഉപാസനാനിരതമാകുന്നതും ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുന്നതും. സത്യസാക്ഷാത്കാരത്തെ ലക്ഷ്യം വെച്ച് ധർമ്മബോധത്തോടെ കർമ്മജീവിതം നയിച്ച് സ്വധർമ്മകർമ്മങ്ങളെ യജ്ഞഭാവത്തിൽ തൻ്റെ ഉപാസ്യദേവതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണല്ലോ ആ കർമ്മയജ്ഞം ദേവതായജ്ഞമായി മാറുന്നത്. ഇന്ദ്രിയ മനസ്സുകളെ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് സ്വധർമ്മകർമ്മത്തെ തൻ്റെ ഉപാസ്യദേവതയ്ക്ക് മുന്നിൽ ലോകാനുഗ്രഹഭാവേന യജ്ഞാനുഷ്ഠാനമായി സമർപ്പിക്കുമ്പോൾ കാലക്രമേണ ചിത്തശുദ്ധി വന്ന് മനസ്സ് ജ്ഞാനാവസ്ഥയെ പ്രാപിക്കും. മനസ്സിനെ ശുദ്ധമാക്കി ജ്ഞാനബോധത്തിൽ നിലയുറപ്പിക്കുക എന്നതാണ് ദേവതോപാസനയുടെ പരമമായ ഫലപ്രാപ്തി. ജീവഭാവത്തെ കൈവെടിയാതെ ബ്രഹ്മഭാവത്തിലേക്കുയരാൻ നമുക്ക് കഴിയില്ലല്ലോ. കർമ്മബദ്ധമായ ജീവാത്മഭാവം അകർമ്മനിഷ്ഠയാർന്ന പരമാത്മബോധത്തിലേക്ക് ഉയരുന്നതെങ്ങനെ? ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയെന്നു തിരിച്ചറിയുന്ന ചില കർമ്മയോഗികൾ ലോകാനുഗ്രഹ ഭാവത്തിൽ ജീവാത്മാവിനെ തന്നെ ബ്രഹ്മമാകുന്ന ജ്ഞാനാഗ്നിയിൽ സമർപ്പിച്ച് പരമാത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ സത്യസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കി ധർമ്മബോധത്തോടെ ജീവിതം നയിക്കുന്ന കർമ്മയോഗികളുടെ ജ്ഞാനപ്രാപ്തിക്കായുള്ള വിവിധങ്ങളായ സാധനാതലങ്ങളെ പാർത്ഥനോട് വിശദീകരിക്കുന്നത് ഭഗവാൻ തുടരുകയാണ്. തുടർന്നു വരുന്ന ഭഗവത് വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.